എല്ലാവർക്കും PSC സഹചാരിയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് സ്റ്റേജ് 3യുടെ മാത്സ് എക്സ്പ്ലനേഷൻസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ പാർട്ടാണത്. അപ്പം 43ാമത്തെ ചോദ്യം, കേരളയുടെ കോഡ് JFQB ആയ ഒഡീഷയുടെ കോഡ് എന്ത്? ഇതൊരു ആൽഫബറ്റിക്കൽ ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡർ കറക്റ്റ് ആയിട്ട് അറിയണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അറിഞ്ഞാൽ മാത്രം പോരാ, അത് സ്പീഡിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പം ആദ്യം ചെയ്യേണ്ടത് കേരള എന്ന് എഴുതുക വിട്ടിട്ട് ഞാൻ ആദ്യത്തെ വരിയിൽ എഴുതിയ പോലെ അതിന് തൊട്ടു താഴെയായിട്ട് കേരളന്റെ കോഡ് ഓരോ അക്ഷരത്തിനും താഴെയായിട്ട് എഴുതണം. ഓക്കെ, ഇനി ഈ ഓരോ മേലെയും താഴെയുള്ള ഓരോ അക്ഷരങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ എന്നുള്ളത്. ഒന്ന് കൂട്ടിയിട്ടാണോ, രണ്ട് കൂട്ടിയിട്ടാണോ, ഇങ്ങനെ മൂന്ന് കൂട്ടിയിട്ടാണോ ഈ അക്ഷരങ്ങൾ അവർ എഴുതിയത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം. കെയും ജെയും തമ്മിൽ നമുക്കറിയാം ജെ കഴിഞ്ഞിട്ടാണ് കെ വരുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ. അതാണ് ഞാൻ മേലോട്ടേക്ക് ആരോ മാർക്ക് ഇട്ടത്. അതുപോലെ ആറും ക്യൂവും നോക്കുക, ഒന്നിടവിട്ടിട്ടുള്ള ഇയും എഫ് ആണ് വെക്കുക, ആറും ക്യൂവും നോക്കുക. അതും അതുപോലെ തന്നെ ക്യൂ കഴിഞ്ഞിട്ടാണ് ആറ്. ഇനി അടുത്ത എയും ബിയും അവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ള എല്ലും കെയും നോക്കുക. അതിൽ കെ കഴിഞ്ഞിട്ടാണ് എല്ല്. അതായത് എല്ലും ഒന്നിടവിട്ട് വരുമ്പോൾ താഴത്തുനിന്ന് മേലോട്ടേക്കുള്ള ഓർഡറിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇനി രണ്ടാമത്തെയും നാലാമത്തെയും ആറാമത്തെയും എന്താണ് അക്ഷരങ്ങൾ നോക്കുക. ഇയും എഫ് നോക്കുക, ഏറ്റവും അവസാനത്തെ രണ്ട് ലൈൻസ്. ഓക്കെ, ഇയും എഫ് നോക്കുക. അതിൽ കണ്ടോ, ഇ കഴിഞ്ഞിട്ടാണ് എഫ്. ഞാൻ താഴത്തോട്ടേക്ക് ആരോ മാർക്ക് ഇട്ടു. അത് കഴിഞ്ഞ് ഒന്നിടവിട്ടിട്ട് അടുത്തത് എയും ബിയും. അതിൽ എ കഴിഞ്ഞിട്ടാണ് ബി, താഴോട്ടേക്ക് ആരോ മാർക്ക്. എല്ലും കെ അവിടെ വെച്ചു. അടുത്ത എയും ബിയും അത് സെയിം താഴത്തോട്ടേക്കാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി. ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്, മനസ്സിലായി. അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒഡീഷന്റെ കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഒഡീഷ എന്ന് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതി വെച്ച്, എന്നിട്ട് നമുക്ക് ഓയും ഐയും എച്ചും ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഒന്നിടവിട്ടിട്ടുള്ള അതിന്റെ ബന്ധം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയായിരുന്നു? താഴത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട കോഡില്ലേ, ആ കോഡിന്റെ അകത്തുനിന്ന് അടുത്ത സംഖ്യ ആയിരിക്കും ഓ വരുന്നത്. ഓക്കെ, അപ്പൊ എൻ കഴിഞ്ഞിട്ടാണല്ലോ ഓ വരുന്നത് അല്ലെ. ഇവിടെ ജെ കഴിഞ്ഞിട്ടാണ് കെ വരുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ എൻ കഴിഞ്ഞിട്ട് ഓ വരണം. അപ്പൊ ആദ്യത്തെ അക്ഷരം എൻ ആയിരിക്കും കോഡിന്റെ. അതേപോലെ ഐന്റെ നോക്കുക, എന്ന് കഴിഞ്ഞിട്ടാണ് ഐ വരുന്നത്, എച്ച് അല്ലെ. എച്ച് കഴിഞ്ഞിട്ടാണ് ഐ വരുന്നത്. അതുപോലെ എസ് നമ്മൾ ഒഴിവാക്കി എച്ച് എടുക്കുക. ഓക്കെ, ഒഡീഷന്റെ എസ് അവിടെ വെക്കുക, അടുത്ത എച്ച്. ആ എച്ച് വരുന്നത് ഏത് അക്ഷരം കഴിഞ്ഞിട്ടാണ്? ജി കഴിഞ്ഞിട്ടാണ് എച്ച് വരുന്നത്. അപ്പൊ നമുക്ക് ആ കോഡിന്റെ 3 അക്ഷരങ്ങൾ കിട്ടി. അപ്പം ആക്ച്വലി നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഈ ഒരു 3 കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് കോഡ് ഓപ്ഷൻസിന്റെ അന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. എന്നിൽ തുടങ്ങുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. എയും ഡിയും അല്ലെ. അപ്പൊ നമുക്ക് ബിയും സിയും ഉത്തരമല്ല എന്ന് മനസ്സിലായി, അത് ഒഴിവാക്കുക, അത് വിട്ടിട്ടേക്കുക. ഇനി എയും ഡിയിൽ ഏതാ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എച്ച്. ഓക്കെ, 3ാമത്തെ സ്ഥാനത്ത് എച്ച് വരുന്ന അക്ഷരം കോഡ് ഏതാ നോക്കുക. ഓക്കെ, എ ഓപ്ഷനിൽ 3ാമത് NEH, അത് ശരിയാണ്. ഡി ഓപ്ഷൻ നോക്കുക, അതിലും NEH 3ാമതായിട്ട് എച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എയും ഡിയും ഇതിനകത്തും 3ാമത്തത് എച്ച് ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. എന്താണ്? എച്ചിന്റെ മുന്നേ ജി വരുന്നത് അല്ലെ. അതായത് 5ാമത്തെ അക്ഷരം ജി വരുന്നത്. അങ്ങനെ ഓപ്ഷൻ ഏതാണ്? എ ആണോ ബി ആണോ നോക്കാം. എന്റെ അകത്ത് 1 2 3 4 5ാമത്തത് ജി ആണ് വരുന്നത് എ ഓപ്ഷനിൽ അല്ലെ. എന്നാൽ ഡിന്റെ അകത്ത് 1 2 3 4 5ാമതായിട്ട് വരുന്നത് ഐ ആണ്. അപ്പം ഓപ്ഷൻ ഡി തെറ്റാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ എ ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരു ഉത്തരം. നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ കോഡും കണ്ടുപിടിക്കാതെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ. ഇനിയിപ്പോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഉറപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഫുള്ള് ചെയ്തു വെക്കുക. പക്ഷെ നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉത്തരങ്ങൾ എഴുതാൻ നമുക്ക് പറ്റണം. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, DSA, ആ 3 ഒഡീഷന്റെ DSA അതിന്റെ പാറ്റേൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? നമുക്കറിയാം ഡി കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്, എസ് കഴിഞ്ഞിട്ടാണ് ടി വരുന്നത്, എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. ആ ഓർഡറിൽ വന്നു.
അപ്പൊ നമ്മൾ എഴുതിയപ്പോൾ ഫുൾ കോഡ് കിട്ടി NEHTGB. അങ്ങനെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്, NEHTGB. അപ്പൊ നമ്മൾ ഫുള്ള് കണ്ടുപിടിച്ചാലും നമുക്ക് ഉത്തരം കിട്ടും. കുറച്ച് എന്താണ് ഈ ഒരു ഷോർട്ട് കട്ട് എന്നും എച്ചും ജിയും കണ്ടുപിടിച്ചിട്ടും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും PSC നമ്മൾ എത്ര സ്റ്റെപ്പ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതിനല്ല മാർക്ക് വരുന്നത്. നമ്മൾ കറക്റ്റ് ഉത്തരം അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമാണ് PSC നോക്കുന്നത്. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് മാർക്ക് ചെയ്യാൻ നോക്കുക. 44 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം എത്ര? ഇതൊരു റാങ്ക് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ ഒക്കെ വെച്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇക്വേഷൻ അവിടെ പരീക്ഷകളിൽ എത്തുമ്പോൾ നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്ലസ് ഉള്ളിടത്തിൽ മൈനസോ മൈനസ് ഉള്ളിടത്തിൽ പ്ലസ് ഒക്കെ ആയി പോകാൻ സാധ്യതയുണ്ട് ഇക്വേഷനിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് അടിക്കും. ഏറ്റവും നല്ല രീതി ഞാനിപ്പോ ഇതിനകത്ത് ചെയ്ത പോലെ ചിത്രം വരച്ചു നോക്കാം. ഒരു ലൈന് വരയ്ക്കുക, അതിൽ 3 വര വരയ്ക്കുക. ആദ്യത്തേത് 1 എന്ന് പറഞ്ഞ റാങ്ക്, ഏറ്റവും അവസാനം 50 കുട്ടികളാണുള്ളത്. അപ്പൊ 50 റാങ്ക് എന്നുള്ള 50 എഴുതി അവരെ താഴെ. ഇതിന് നടുക്ക് ഒരു സ്ഥലത്ത് 20 അനുവിന്റെ റാങ്ക്, അനു എന്നുള്ള രീതിയിൽ എന്നിട്ട് 20 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മളോട് ചോദ്യം എന്താണ്? അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം. അവസാന റാങ്ക് അറിയുമ്പോൾ 50. രണ്ടാമത്തെ ചിത്രം നോക്കണേ. 50ഉം 20ഉം ഇടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമ്മൾ നോക്കണം. എത്രയാണ്? 30 പേരാണുള്ളത്. അപ്പൊ പറകിൽ നിന്ന് എണ്ണുമ്പോൾ 30 പേരും പിന്നെ 31ാമതായിട്ട് വരുന്നതാണ് അനു, അല്ലെ? അതുകൊണ്ടാണ് 30 പ്ലസ് അനു 31 പേര്. അതായത് 31ാം റാങ്ക് ആയിരിക്കും അനുവിൻ്റെത് പിറകിൽ നിന്ന് എണ്ണുമ്പോൾ. അതാണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ ബി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇനി ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? ആകെ റാങ്ക് മൈനസ് അനുവിന്റെ റാങ്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, പ്ലസ് 1 എഴുതിയിട്ടുണ്ടെങ്കിൽ പിറകിൽ നിന്നുള്ള റാങ്ക് നമുക്ക് കിട്ടും. അപ്പൊ ആകെ എത്ര റാങ്ക്? 50 റാങ്ക് ഉണ്ട്. അതിൽ അനുവിന്റെ റാങ്ക് 20. 50 മൈനസ് 20 പ്ലസ് 1 എഴുതി. അപ്പൊ 30 പ്ലസ് 1 = 31. അങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം നിങ്ങൾ ആ രീതി ചെയ്യാം. 45 5 126 ഒരു ബന്ധമുണ്ട് എങ്കിൽ 9ഉം ഏത് സംഖ്യയും തമ്മിലാണ് ഈ 5ഉം 126 തമ്മിലുള്ള അതേ ബന്ധം ഉള്ളത് എന്നാണ് ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ഉം 126 തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാലേ ഉള്ളൂ 9ന്റെ തൊട്ടടുത്തുള്ള സംഖ്യ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 5ന്റെ ക്യൂബാണ് 125. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട മേഖല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ മിനിമം ക്യൂബുകൾ പഠിച്ചു വെക്കണം. ഓക്കെ, 1ന്റെ ക്യൂബ് മുതൽ 10ന്റെ ക്യൂബ് 1000 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും ക്യൂബുകൾ നമ്മൾ പഠിച്ചു വെച്ചാലേ നമുക്ക് ഈ ഒരു ബന്ധം പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാത്തൊരു പെട്ടെന്ന് ഇതിന്റെ ബന്ധം എന്താണ് തിരിച്ചറിയാൻ പറ്റില്ല. ക്യൂബുകൾ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കണം. എവിടെയെങ്കിലും നോട്ടിലോ അല്ലെങ്കിൽ ചുമരിലോ എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ച് വെക്കുക. അത് എപ്പോഴും എല്ലാ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് ഉറപ്പിക്കണം. അപ്പൊ 5ന്റെ ക്യൂബ് 125 പ്ലസ് 1 ചെയ്താലാണ് 126 കിട്ടുന്നത് മനസ്സിലായി. അതുപോലെ 9ന്റെ ക്യൂബ് എത്രയാണ്? 729. കേട്ടോ, 9ന്റെ ക്യൂബ് അറിഞ്ഞെങ്കിലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് അവിടെ 729 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറിച്ച് നോക്കണം. 9 × 9 81. പിന്നെ 81നെ നമ്മൾ 9 കൊണ്ട് കുറിച്ച് കണ്ടുപിടിച്ച് ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. നേരെ 729 നമുക്ക് കിട്ടണം മനസ്സില്ല പരീക്ഷ ഹാളിൽ. എന്നിട്ട് അതിനോട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 730 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 46 ഒറ്റയാനെ കണ്ടെത്തുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും മാത്സിന്റെ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും അവസാനമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മിക്ക എക്സാമിനും PSC ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇതിന് ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ വരാറുണ്ട്. PSC ഒരു രീതിയിലായിരിക്കും ഉത്തരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ കുറെ വിദ്യാർത്ഥികൾ പല രീതിയിൽ ചിന്തിക്കും, പല രീതിയിൽ ഉത്തരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും? PSCനോട് പറയും ഇതിനകത്ത് 2 ഉത്തരം ഉണ്ട്, അല്ലെങ്കിൽ 3 ഉത്തരം ഉണ്ട്, ഈ ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരീക്ഷ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും. അപ്പൊ നമ്മള് ഇതിന്റെ മുകളിൽ ഇരുന്ന് കുറെ സമയം പോയി നമുക്ക് ഉത്തരവും കിട്ടുന്നില്ല. നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം പോകും, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഇത് അധികം ക്യാൻസൽ ആയി പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക. അവസാനം മാത്രം ചെയ്യാം. എങ്ങാനും ഇത് കറക്റ്റ് ഉത്തരമായിട്ട് PSC വരികയാണെങ്കിൽ ബാക്കി നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് ആക്ച്വലി 3 ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇതെന്തായാലും ക്യാൻസൽ ആവാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. എന്തായാലും PSCന്റെ ഫൈനൽ ആൻസർ കീ വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 146, 186, 176, 176. ഇതിന്റെ അകത്ത് ഈ 196 മാത്രം ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ്. 14ന്റെ സ്ക്വയർ ആണ് 196. ബാക്കിയൊന്നും, അതായത് 146, 186, 176 എന്നൊരു സ്ക്വയർ അല്ല.
അതുകൊണ്ട് തന്നെ 196 ഒറ്റയാനാണെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഇനി 156 മാത്രം 3ന്റെ ഗുണിതമാണ്. ഓക്കെ, ബാക്കി 3 സംഖ്യകളും 3ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് 186 ആണ് ഒറ്റയാൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് അവര് 3ന്റെ ഗുണിതമാണോ അല്ലേന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 അക്കങ്ങൾ കൂട്ടി നോക്കുക. അതായത് 1 + 5 + 6, അതാണ് 156ന്റെ 3 അക്കങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 1 5 6, 6 6 12. ആ കിട്ടുന്ന തുക 12. അത് 3ന്റെ ഗുണിതമാണെങ്കിൽ ആ ഒരു സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ 12 3ന്റെ ഗുണിതമാണ്, അതുകൊണ്ട് 156 3ന്റെ ഗുണിതമാണ്. ഇനി 146 നോക്കി നോക്കിയേ. 1 + 4 5, 5 + 6 11. അപ്പൊ 11 3ന്റെ ഗുണിതമല്ല, അതുകൊണ്ട് 146 3ന്റെ ഗുണിതമല്ല. അതുപോലെ തന്നെ 176 196 ചെയ്തിട്ടുണ്ടെങ്കിലും കൂട്ടി നോക്കി ഓരോ അക്കങ്ങൾ കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ 3ന്റെ ഗുണിതം കിട്ടുന്നില്ല അതിന്റെ തുക. അപ്പൊ അതുകൊണ്ട് അതൊന്നും 3ന്റെ ഗുണിതമല്ല നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഉത്തരം വരുന്നുണ്ട് 186. ഇനി 146 ഏറ്റവും അവസാനത്തെ വരി നോക്കണം. 146 4ന്റെ ഗുണിതമല്ല, അതായത് ബാക്കിയെല്ലാം 4ന്റെ ഗുണിതമാണ് എന്നുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചത്? ഓരോ ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ 2 അക്കങ്ങൾ എടുക്കുക. എന്നിട്ട് ആ സംഖ്യനെ 4 കൊണ്ട് ഹരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് പറയും? 4ന്റെ ഗുണിതമാണ് എന്ന് പറയാം. ഇപ്പൊ 146ന്റെ അവസാനത്തെ 2 അക്കങ്ങൾ ഏതൊക്കെയാണ്? 46. ഓക്കെ, അപ്പൊ 46നെ 4 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല, അതായത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 146 4ന്റെ ഗുണിതമല്ല. ഓക്കെ, ഇനി 156 56 എടുക്കുക, അവസാനത്തെ 2 അക്കങ്ങൾ. 56നെ 4 കൊണ്ട് ഹരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ 76നെ ഹരിക്കാൻ പറ്റും. 176 76നെ എടുത്ത് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. 196 96നെ എടുത്തിട്ട് 4 കൊണ്ട് ഹരിച്ചാലും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് 3 ഉത്തരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. ഈ 47 ഇതിൽ ആദ്യം കോമട്ട് ടു കോമട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുകയാണ്. ഓരോന്നിനും സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3, സ്റ്റേറ്റ്മെന്റ് 4 എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുകയാണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? പ്ലസ് ഇസ് ഈക്വൽ ടു ഗുണന ചിഹ്നം, കോമ. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? മൈനസ് ഇസ് ഈക്വൽ ടു ഹരണ ചിഹ്നം, കോമ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻറ്റു ഗുണന ചിഹ്നം ഇസ് ഈക്വൽ ടു മൈനസ്, കോമ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹരണ ചിഹ്നം ഇസ് ഈക്വൽ ടു പ്ലസ്. എങ്കിൽ 5 + 6 ഹരണം 6 മൈനസ് 2 ഇൻറ്റു 10ന്റെ വില എന്ത്? ഓക്കെ, ഇത് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 1ലുള്ള പോലെ ആ ചോദ്യത്തിലുള്ള അക്കങ്ങൾ അതുപോലെ എടുത്ത് എഴുതുക, ചിഹ്നങ്ങൾ എഴുതാതെ. ഓക്കെ, ഫസ്റ്റ് ഞാൻ 1 എഴുതിയ സ്റ്റെപ്പ് നോക്കിയേ. 5 എഴുതി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 6 എഴുതി, അങ്ങനെ ഗ്യാപ്പ് ഇട്ട് എഴുതുക. കാരണം അവിടെയുള്ള ചിഹ്നങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ചോദ്യത്തില് 5നും 6നും ഇടയിലുള്ള ചിഹ്നം എന്താണ്? പ്ലസ് ആണ്, അല്ലെ? അപ്പൊ ആ പ്ലസിനെ മാറ്റിയിട്ട് ഏത് ചിഹ്നം നമ്മൾ കൊടുക്കണം? അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് 1ലേക്ക് പോകണം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1ൽ എന്താണ്? പ്ലസ് ഇസ് ഈക്വൽ ടു ഇൻറ്റു, അല്ലെങ്കിൽ ഗുണന ചിഹ്നം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ സ്റ്റെപ്പ് 2 നോക്കിയ സ്റ്റെപ്പ് 2ല് 5നും 6നും ഇടയിൽ ഞാൻ പ്ലസിന് പകരം എന്ത് എഴുതി? ഇൻറ്റു എന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെ ചിഹ്നങ്ങൾക്ക് പകരം അതിന്റെ സമത്തിന് അപ്പുറത്തുള്ള ചിഹ്നങ്ങൾ മാറ്റി കൊടുക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചോദ്യം കൊണ്ട്. ഓക്കെ, അങ്ങനെ 6നും 6നും ഇടയിൽ ഹരണ ചിഹ്നമാണ് ചോദ്യത്തിലുള്ളത്. അപ്പം നിങ്ങൾക്കറിയാം സ്റ്റേറ്റ്മെന്റ് 4 നോക്കിയിട്ടുണ്ടെങ്കിൽ ഹരണ ചിഹ്നം ഇസ് ഈക്വൽ ടു പ്ലസ് ആണ്. അപ്പൊ ഞാൻ 6നും 6നും ഇടയിൽ പ്ലസ് ഇട്ടു. അതുപോലെ 6നും 2നും ഇടയിൽ ഹരണ ചിഹ്നമാക്കി മാറ്റി. അതുപോലെ 2നും 10ന്റെ ഇടയിൽ മൈനസ് ചിഹ്നമാക്കി മാറ്റി. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്യാം. എങ്ങനെ? ബോർഡ് മാസ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യം ഹരണം വരും, അതായത് 6/2 ആണ് സ്റ്റേറ്റ്മെന്റ് 2. അല്ല, നമ്മുടെ സ്റ്റെപ്പ് 2 ഞാൻ 2 വട്ടം വരച്ചില്ല, ആ സ്റ്റെപ്പ് 2 നോക്കുക. അതിൽ 6/2 അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ബോഡി മാസിൽ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ 6/2 3 നേരെ താഴത്തെ എഴുതി. ബാക്കി സംഖ്യകളൊക്കെ അതുപോലെ താഴത്തോട്ട് എടുത്ത് എഴുതി. 5 × 6 + 3 മൈനസ് 10 എഴുതി. ഇനി ഹരണം കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഗുണനാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഗുണനം വരുന്നത് 5ഉം 6ഉം തമ്മിലാണ്. അപ്പൊ 5 × 6 30 എന്ന് എഴുതി. ബാക്കി സംഖ്യകൾ +3 മൈനസ് 10 താഴത്തോട്ട് എടുത്ത് എഴുതി. പിന്നെ ബോർഡ് മാസിൽ അടുത്തത് പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 3ഉം 10ഉം അല്ല 30ഉം 3ഉം തമ്മിൽ ഞാൻ പ്ലസ് ചെയ്തു. എത്രയാ? 33 വരും. അതിന്റെ അകത്ത് നിന്ന് -10 ചെയ്താൽ നമുക്ക് 23 ഉത്തരം കിട്ടും.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 48ാമത്തെ ചോദ്യം 2/3 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 5/6. എക്സിന്റെ വില എന്ത്? ഇന്നത്തെ എക്സിന്റെ വില എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ വരിയിൽ ഞാൻ എഴുതിയത് എന്താണ്, എക്സിന് മാത്രം ഇടതുവശത്ത് വെച്ചിട്ട് 2/3 സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് -2/3 ആവും. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഛേദം നമുക്ക് ഒരുപോലെ ആക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറെ സ്റ്റെപ്പ് എഴുതിയെന്നുള്ളൂ. ശരിക്കും നമുക്ക് അത്രയും സ്റ്റെപ്പ് ഒന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ടി വരില്ല. അപ്പൊ 5/6 - 2/3 ഇൻറ്റു 1 എന്ന് എഴുതി രണ്ടാമത്തെ സ്റ്റെപ്പിൽ. കാരണം 2/3 പറഞ്ഞ ഒരു ഭിന്നസംഖ്യയാണ്, ഒന്നുകൊണ്ട് വിളിച്ചാൽ 2/3 തന്നെയാണ്. അപ്പൊ ഞാൻ വെറുതെ ഒരു ഇൻറ്റു 1 എന്ന് എഴുതിയതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ആ 1നെ മാറ്റിയിട്ട് എന്താക്കി എഴുതി, 2/2 എന്ന് എഴുതി അല്ലെ. 2/2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. എന്തുകൊണ്ടാ 2/2 എടുത്ത് ആ 2 പറഞ്ഞ വാല്യൂ എടുത്ത് എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം 2/3 താഴെ ഛേദം വരുന്നത് 3 ആണ്. ആ 3നെ നമുക്ക് എന്താക്കണം, 6 ആക്കണം അല്ലെ. 2ന്റെ ഛേദം 1 ആക്കണം. അപ്പൊ ഇവിടെ 6ഉം 3ഉം ആണ് ഛേദങ്ങൾ ഉള്ളത്. അതിൽ വലിയ സംഖ്യ ആക്കി മാറ്റുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്റെ ലസാഗു വരുന്നത്. ഓക്കെ, അപ്പം 3നെ ഇനി എന്താക്കി 2 കൊണ്ടും ഗുണിച്ച്, മേലത്തെ 2നെ 2 കൊണ്ട് ഗുണിച്ച്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താക്കാം, 5/6 - 4/6 എന്ന് വരും. ഓക്കെ, അപ്പൊ 2ന്റെ ഛേദം 6 മാറി. ഇനി അംശങ്ങൾ ഒരുമിച്ച് എഴുതാം. ഓക്കെ, 5 - 4 ഡിവൈഡഡ് ബൈ ഛേദം ഒറ്റൊന്ന്, ഒരു 6 മതി. ഓക്കെ, രണ്ടും ഛേദങ്ങൾ 6 ആയതുകൊണ്ട് ഒരു 6 ആക്കി എഴുതി. ഇനി എന്താണ്, അംശത്തിൽ 5 - 4 1 വരും, ഛേദത്തിൽ 6. അപ്പൊ 1/6 ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഇനി 49ാമത്തെ ചോദ്യം, ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? ഓക്കെ, അപ്പൊ ഇതൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ദിശ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു എന്താണ്, നമ്മുടെ ഈ 4 ദിശകൾ നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് മനസ്സിൽ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ചിത്രം അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചു വെക്കുക. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഈ ഒരു ഇതിൽ വരച്ചു വെക്കുക. എന്നിട്ട് അതിന്റെ താഴെ ആദ്യത്തെ ചിത്രം നോക്കുക. ഒരു എ ടു ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഏരോ മാർക്ക് ഞാൻ വരച്ചിട്ടുണ്ട് 5 മീറ്റർ. അതെന്തുകൊണ്ടാ? കാരണം കിഴക്കോട്ട് ചോദ്യത്തിൽ നോക്കുക, ആദ്യം അയാൾ കിഴക്കോട്ടാണ് 5 മീറ്റർ നടക്കുന്നത്. അതുകൊണ്ടാണ് എ മുതൽ ബി വരെ 5 മീറ്റർ ഞാൻ വരച്ചത്. കിഴക്കോട്ടായതുകൊണ്ടാണ് ഏരോ മാർക്ക് നമ്മുടെ വലതുവശത്തേക്ക് ഇട്ടത്. ഓക്കെ, കിഴക്കിന്റെ സൈഡിലേക്ക്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കുക, എ ബി സി. അതായത് ബിന്ന് ഞാൻ സിയിലേക്ക് ഒരു 12 മീറ്റർ ലംബമായിട്ട് അയാൾ 12 മീറ്റർ വടക്കോട്ട് നടക്കുന്നത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിന്ന് സിയിലേക്ക് ഒരു കുത്തനൊക്കെ വരച്ച് എന്നിട്ട് 12 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത്, ഇപ്പൊ അയാൾ നിൽക്കുന്നത് എവിടെയാണ്, സിയിലാണ്. ആദ്യം അയാൾ എവിടെയായിരുന്നു, എയിലായിരുന്നു. ഈ എയും സിയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എങ്ങനെ വരയ്ക്കുക, അതാണ് ഞാൻ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ചിട്ടുള്ളത്. അതായത് ഒരു മട്ടത്രികോണാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. മട്ടത്രികോണത്തിലെ ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ കർണം എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, എയും സിയും തമ്മിലുള്ള ദൂരം. അപ്പൊ അത് നമുക്കറിയാം, പൈതഗോറസ് തിയറം, കർണം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലംബ സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ആണ്. ഇവിടെ ലംബം പാദം നിങ്ങൾക്ക് 5ഓ 12ഓ ഏത് വേണമെങ്കിലും അങ്ങോട്ട് കൊണ്ട് മാറ്റിയെടുക്കുക, കുഴപ്പമില്ല. എന്നിട്ട് അതിന്റെ സ്ക്വയർ എഴുതുക. 5ന്റെ സ്ക്വയർ 25 എഴുതി, 12ന്റെ സ്ക്വയർ 144 എഴുതി. എന്നിട്ട് അത് കൂട്ടുമ്പോൾ 169 കിട്ടും. അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്, 13. അപ്പൊ 13 മീറ്റർ ആണ് എയും സിയും തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ദൂരം എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി. 50 പുസ്തകങ്ങൾ ലൈബ്രറി. അങ്ങനെയാണെങ്കിൽ സിനിമയും അതുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ് ഉള്ളത്, ആ ഒരു റിലേഷൻ നമ്മളോട് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പുസ്തകങ്ങൾ നമുക്കറിയാം ലൈബ്രറിയിലാണ് ഉണ്ടാവുക. അതുപോലെ സിനിമ എവിടെയാണ്, ആ 4 ഓപ്ഷനിൽ നോക്കുമ്പോൾ തിയേറ്ററിലാണ് ഉണ്ടാവുക എന്നുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഉത്തരം അതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി, തിയേറ്റർ. 51 എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ബി? അതായത് കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. നമ്മൾ എപ്പോഴും ഒരു ചിത്രം വരച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അതിന് കുറച്ച് എന്താണ് റൂൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, കൺഫ്യൂഷൻ ഇല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ 4 ചിത്രങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ചിത്രം നോക്കുക. അത് നമുക്ക് ഓരോ ലെവലില് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തലമുറേനെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് എ വരച്ചു. എ എന്ന് പറയുന്നത് ഒരാളാണ്. അത് ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ എ എന്ന് എഴുതി. എന്നിട്ട് എയുടെ അമ്മയാണ് ബി അല്ലെ. അപ്പൊ ഞാൻ അമ്മ പറയുന്നത് നമ്മൾ തൊട്ട് മേലെ ഉള്ള തലമുറയാണ്. അതുകൊണ്ട് ഒരു വര മേലോട്ട് വരച്ച് അതിന്റെ മുകളിൽ ബി എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് അമ്മേന്റെ ചുറ്റി ഒരു വട്ടം വരച്ചു. അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നമ്മൾ ഒരു വട്ടം വരയ്ക്കും, അതുപോലെ പുരുഷന്മാർക്ക് നമുക്ക്
റെക്ടാങ്കിൾ അല്ലെങ്കിൽ ചതുരം വരയ്ക്കും. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ഈ ഒരു രീതി പഠിച്ചു വെക്കുക. ഓക്കെ, തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു അമ്മ ബി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാനതൊരു വട്ടം വരച്ചു. ഓക്കെ, എ എന്താണ്, ആണാണോ പെണ്ണാണോ ഇതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ടാണ് എന്റെ മേലെ ഒരു വട്ടമോ ഒരു ചതുരമോ ഞാൻ വരയ്ക്കാതിരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഞാൻ ബിയിൽ നിന്ന് ഒരു വര, മേലോട്ടേക്ക് ഒരു വര വെച്ചിട്ട് സി എന്ന് വരച്ചു. ഓക്കെ, അതെന്തുകൊണ്ടാണ്? കാരണം രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ, ബിയുടെ അമ്മയാണ് സി. അപ്പൊ ബിന്റെ അടുത്ത തലമുറ, അതുകൊണ്ടാണ് ബിന്റെ മേലോട്ടേക്ക് ഒരു വര വെച്ചത്. എന്നിട്ട് അവിടെ സി എന്ന് എഴുതി. അപ്പൊ സി അമ്മയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്ത്രീയാണ് അത്. അതുകൊണ്ട് ഒരു വട്ടം വരച്ചു സിന്റെ ചുറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ചിത്രം നോക്കുക. ഇനി സിയുടെ മകനാണ് ഡി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിന്റെ താഴോട്ടൊക്കെയാണ് ഇപ്രാവശ്യം വര വരച്ചിട്ടുള്ളത്. കാരണം എന്താണ്, സിന്റെ തൊട്ട് താഴെയുള്ള തലമുറയാണ് ഡി അല്ലെ. അപ്പൊ നമ്മൾ മേലോട്ടേക്കല്ല താഴോട്ടേക്കാണ് വരയ്ക്കേണ്ടത്. ആ വരയ്ക്കുന്നത് എവിടെ നിൽക്കണം? ബിന്റെ അതേ ലെവലിൽ വരയ്ക്കണം. ഓക്കെ, ബിന്റെ അതേ ലെവലിലാണ് ഞാൻ ഡി എന്ന് എഴുതിയത്. എന്നിട്ട് അത് ഒരു ചതുരം വരച്ചു. കാരണം എന്താണ്, ഡി എന്ന് പറയുന്നത് മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരാണാണ്, അതുകൊണ്ട് ഒരു സ്ക്വയർ വരച്ചു. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ആണുങ്ങളെ പെണ്ണുങ്ങളെ ആയിരിക്കാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചതുരം വരച്ചു ഡീന് ചുറ്റും. ഇനി നിങ്ങൾക്ക് നോക്കാം, നാലാമത്തെ ചിത്രത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഡീനെ നമ്മൾ കുറച്ച് വര നീട്ടി എന്റെ അവിടേക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി, ആ തലമുറ മാറിപ്പോകും. ഓക്കെ, കാരണം അത് സിയുടെ മകൻ എന്ന് പറയുമ്പോൾ ആ ബിന്റെ അതേ ലെവലിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ചിത്രം 3 ശരിക്കും ശരി എന്ന് പറയുന്നത്. ഡി നാലാമത്തെ ചിത്രത്തിന് അത് ഡി എത്രയാണ്, എന്റെ നേരൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കൊച്ചുമോനായി പോകും. സിന്റെ കൊച്ചുമോനായി പോകും. എന്താണ് ഡി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന വരയുടെ എന്താണ് ദൂരം ഒക്കെ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. അത് ഏത് തലമുറയാണെന്ന് അനുസരിച്ചിട്ട്, മകനാണോ കൊച്ചുമകനാണോ എന്ന് പറയുന്നതിനനുസരിച്ചിട്ട്. അപ്പൊ നമ്മുടെ ചിത്രം 3 ശരിക്കുള്ള ചിത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ 3, 4 ചിത്രം ഒന്നും വരയ്ക്കേണ്ട. നേരെ ഡയറക്റ്റ് ആ 3 എഴുതിയ ചിത്രം കൊണ്ട് വരയ്ക്കുക. എ എന്ന് വരയ്ക്കുക, എന്നിട്ട് ബി വരയ്ക്കുക, എന്നിട്ട് സി വരയ്ക്കുക, ഡി വരയ്ക്കുക. അത്രേ ഉള്ളൂ, ഒറ്റ ചിത്രം വരച്ചാൽ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 3-4 ചിത്രമായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് വരച്ചതാണ്. ഇനി നമുക്ക് ചോദ്യം എന്താ നോക്കാം. എങ്കിൽ എയുടെ ആരാണ് ഡി? അപ്പൊ എന്റെ അമ്മയാണ് ബി. അപ്പൊ ബിന്റെ സഹോദരനാണ് ഡി എന്ന് നമുക്ക് മനസ്സിലായി. ഒരേ തലമുറയിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ അമ്മേന്റെ സഹോദരനെ എ എന്താ വിളിക്കുക? അമ്മാവൻ എന്നാണ് വിളിക്കുക അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ വിളിക്കുക. ഒരു കുട്ടീന്റെ അമ്മയുടെ സഹോദരനെ നമ്മൾ അമ്മാവൻ എന്നാണ് വിളിക്കുക. അപ്പൊ ഓപ്ഷൻ സി അമ്മാവൻ. ഇനി 52 അവസാനത്തെ മാത്സ് ചോദ്യമാണ്. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിന് പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ്? ഇത് ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യാം നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഈ ഒരു ബേസിക്സ് എങ്ങനെയാണ് ഇതിന്റെ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലുണ്ടാണ്. കാരണം ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവസാന ദിവസമൊക്കെ റിവിഷൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, ആ ഇക്വേഷനിലെ പ്ലസും മൈനസും ബ്രാക്കറ്റ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര തെറ്റിപ്പോകും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ബേസിക് ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. എങ്ങാനും ഇക്വേഷൻ മറന്നുപോയാൽ ഈ ഒരു രീതിയിൽ നമ്മൾ പരീക്ഷ ഹാളിൽ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുവിനെ ഞാൻ എം എന്നുള്ളൊരു അക്ഷരം കൊണ്ട് എടുത്തു, വിനുവിനെ വി എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് എടുത്തു. ഓക്കെ, ഇനി എമ്മിന്റെ വയസ്സാണ് കേട്ടോ. മനുവിന്റെ വയസ്സാണ് എം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ വിനുവിന്റെ വയസ്സിനെയാണ് വി എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തിട്ടുള്ളത്, ഇപ്പുള്ള വയസ്സ്. ഓക്കെ, ഇനി അവർ പറഞ്ഞ ഒരു കാര്യം, ഫസ്റ്റ് സെന്റൻസ് ഞാൻ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാണ്. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അതായത് മനുവിന്റെ വയസ്സ് എം ഈക്വൽ ടു വിനുവിന്റെ വയസ്സ് വി പ്ലസ് 10 എന്ന് എഴുതി. അത് ഞാൻ ഇക്വേഷൻ 1 ഒരു വട്ടം വരച്ച് അവിടെ വെച്ചു. ഇനി അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും. ഓക്കെ, അതും ഞാനൊരു അടുത്ത വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കി എഴുതണം? മൂന്നാമത്തെ വരി നോക്കുക. ഇപ്പോഴുള്ള വയസ്സ് എം ആണ് മനുവിന്. അപ്പോൾ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ മനുവിന്റെ വയസ്സ് എം പ്ലസ് 1 ആവും, ഒരു വയസ്സ് കൂടും. അതുപോലെ വിനുവിനും ഒരു വയസ്സ് കൂടൂലേ. വി പ്ലസ് 1 ആവും വിനുവിന്റെ വയസ്സ് അടുത്ത വർഷം. ഓക്കെ, അത് 2 ഞാൻ എഴുതി വെച്ചു. ഇനി നാലാമത്തെ വരി നിങ്ങൾ എന്താണ്, ഈ ഒരു വാക്ക്, ഈ ഒരു സെന്റൻസ് നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി എഴുതാണ്. അടുത്ത വർഷം മനുവിന്റെ പ്രായം എം പ്ലസ് 1 ഈക്വൽ ടു വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും. വിനുവിന്റെ പ്രായം എത്രയാണ്? അടുത്ത വർഷം വി പ്ലസ് 1. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക, ഇൻറ്റു 2 മടങ്ങാവുന്നതുകൊണ്ട് 2 ഇൻറ്റു 2 എന്ന് എഴുതിയത്. അത് ഞാൻ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടത്തിൽ വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ 1 എം ഇസ് ഈക്വൽ ടു വി പ്ലസ് 10, അത് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷനിലെ എമ്മിന് പകരം കൊടുക്കുക. ഓക്കെ, അതാണ് 5ാമത്തെ വരിയിൽ ഞാൻ എഴുതിയത്. എമ്മിന് പകരം വി പ്ലസ് 10 ഇട്ടൊരു ബ്രാക്കറ്റ് ഇട്ടു, പ്ലസ് 1 ഈക്വൽ ടു ബ്രാക്കറ്റ് വി പ്ലസ് 1 ഇൻറ്റു 2 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത ലൈനിൽ ആ ബ്രാക്കറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് എന്താണ് ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതല്ലോ.
അപ്പൊ വി പ്ലസ് ആറാമത്തെ വരിയാണ് വി പ്ലസ് 10 പ്ലസ് 1 ഇസ് ഈക്വൽ ടു രണ്ടിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2v പ്ലസ് 2 എന്ന് വരും. ഇനി എന്താക്കുക, ഈ വിന്റെ വാല്യൂ നമ്മൾ അങ്ങോട്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കറക്റ്റ് ആയിട്ട് വിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. വി ഇസ് ഈക്വൽ ടു 9 എന്ന് വരും. അതായത് വി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോഴുള്ള വിനുവിന്റെ പ്രായമാണ് നമ്മൾ വി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴുള്ള വിനുവിന്റെ പ്രായം 9 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മളോട് ചോദിച്ചെന്താ വിനുവിന്റെ പ്രായമാണോ? അല്ല, ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ വിനുവിന്റെ പ്രായം വി ഇസ് ഈക്വൽ ടു 9 നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. ആദ്യത്തെ ഇക്വേഷനിൽ എം ഇസ് ഈക്വൽ ടു വി പ്ലസ് 10 എന്നല്ലേ ആദ്യത്തെ ഇക്വേഷൻ. അതിൽ വി 9 കൊടുക്കുമ്പോൾ എം ഇസ് ഈക്വൽ ടു 9 പ്ലസ് 10 ഈക്വൽ ടു 19 എന്ന് ഉത്തരം കിട്ടും അവസാനത്തെ വരി അല്ലെ. അപ്പൊ ഇപ്പോഴുള്ള വയസ്സാണ് മനുവിന്റെ വയസ്സാണ് 19. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പൊ നമ്മുടെ മാത്സിന്റെ 11 ക്വസ്റ്റ്യൻസ് 21 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആദ്യത്തെ വീഡിയോയിൽ 10 ക്വസ്റ്റ്യനും ഈ വീഡിയോയിൽ 11 ക്വസ്റ്റ്യൻസും ആയിരുന്നു. സ്റ്റേജ് 3 എല്ലാ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള രീതിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാൻ സ്റ്റെപ്പായിട്ട് കുറെ സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ സ്റ്റെപ്പുകൾ കുറയ്ക്കണം, എന്നിട്ട് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അപ്പൊ അതിന് ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് പെട്ടെന്ന് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.